ഹലോ, അസ്സാം വലൈക്കും. ഇറ്റ്സ് മീ റിസ. ഒരു പ്രശസ്തനായ ഡോക്ടറായിരുന്നു ഡോക്ടർ ഇഷാൻ അഹമ്മദ്. ഒരിക്കൽ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന് പങ്കെടുക്കുവാനായി അദ്ദേഹം വിമാനത്തിൽ യാത്ര തിരിച്ചു. പക്ഷേ യാത്രാമധ്യം മോശം കാലാവസ്ഥയും ഇടിമിന്നലും കാരണം വിമാനം അടുത്തുള്ള വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നു. സമ്മേളനത്തിന് എത്താൻ തിടുക്കമുണ്ടായ ഡോക്ടർ അവിടുന്നൊരു കാർ വാടകയ്ക്കെടുത്തു യാത്ര തുടർന്നു. എന്നാൽ കനത്ത മഴയും കൊടുങ്കാറ്റും കാരണം അദ്ദേഹത്തിന് വഴി തെറ്റി. ഒടുവിൽ അയാൾ അഭയം തേടി ഒരു ചെറിയ വീടിൻ്റെ വാതിൽ മുട്ടി. അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധ അവനെ അകത്തേക്ക് കടത്തി ഭക്ഷണം കൊടുത്തു. അതിൻ്റെ ഇടയിൽ ആ സ്ത്രീ ഒരു ചെറിയ കുട്ടിയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഡോക്ടർ ശ്രദ്ധിച്ചു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഇത്രയെല്ലാം പ്രാർത്ഥിക്കുന്നത് എന്ന് ഡോക്ടർ ചോദിച്ചു. ആ സ്ത്രീ മറുപടി പറഞ്ഞു, ഈ കുട്ടി എൻ്റെ കൊച്ചുമകനാണ്. ഇവന് ഗുരുതരമായ ഒരു അസുഖമുണ്ട്. ഡോക്ടർ ഇഷാൻ അഹമ്മദ് എന്ന വലിയ ഡോക്ടറിന് മാത്രമേ ഇവനെ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റും എന്ന് കേട്ടു. പക്ഷേ അദ്ദേഹം വളരെ ദൂരമാണ്. ഞങ്ങൾക്കവിടെ പോകാനുള്ള കഴിവില്ല. അതുകൊണ്ട് ആ ഡോക്ടറിനെ ഇങ്ങോട്ട് എത്തിക്കണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത് കേട്ട ഡോക്ടർ ഇഷാൻ അഹമ്മദ് പൊട്ടിക്കരഞ്ഞുപോയി. ആ സ്ത്രീയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. നിങ്ങളുടെ പ്രാർത്ഥനയാണ് വിമാനത്തിന് തകരാറുണ്ടാക്കിയതും കൊടുങ്കാറ്റ് ഉണ്ടാക്കിയതും ഒടുവിൽ ഡോക്ടർ ഇഷാൻ അഹമ്മദിനെ നിങ്ങളുടെ വീട്ടുവാതിക്കൽ എത്തിച്ചതും. ആ ഉമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളുമായി അദ്ദേഹം പറഞ്ഞു, ഉമ്മ, ഞാൻ തന്നെയാണ് ആ ഡോക്ടർ. ഞാനാണ് നിങ്ങൾ കാത്തിരുന്ന ഡോക്ടർ ഇഷാൻ അഹമ്മദ് എന്ന്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ.